ഏവർക്കും നമസ്കാരം. ശിവോഹത്തിൻ്റെ കളക്റ്റീവ് റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഒരു അവേക്കണിങ് കോൾ, അല്ലെങ്കിൽ നിങ്ങളടുത്ത് പ്രപഞ്ചം ഇപ്പോൾ തരുന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ടാണ് ഈ ഒരു കളക്റ്റീവ് റീഡിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, ഇതൊരു കളക്റ്റീവ് ടാറോ ട്രേഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാറോ ട്രേഡിംഗ് സെഷൻ, ഒരു ഗൈഡൻസ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ടാറോ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു മുന്നിലേക്കുള്ള ഒരു പാത കൃത്യമായിട്ട് തുറന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ബ്ലോക്കുകൾ അനലൈസ് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ, പിന്നെ ഇതൊരു കളക്റ്റീവ് റീഡിങ് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതെങ്ങനെ മാച്ച് ആവുന്നു അത്തരത്തിൽ മാത്രം കാര്യങ്ങൾ എടുക്കുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഇതിൽ നിന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് എങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്, അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കാം. ഓക്കെ, ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. 2 ശിവഭഗവാന്റെ ഫോട്ടോ ആണ്. ഒരെണ്ണം രണ്ടാമത്തെ പൈൽ എന്ന് പറയുന്നത് ദുർഗാദേവിയുടെ ഫോട്ടോ ആണ്. നിങ്ങൾക്ക് ഏത് ഫോട്ടോയോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ശേഷം റീഡിംഗ് കേൾക്കുക. ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ എടുക്കാൻ തോന്നിയേക്കാം, കേൾക്കാൻ തോന്നിയേക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കേൾക്കാവുന്നതാണ്. അതിൽ നിന്നുള്ള മെസ്സേജ് കൂടി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. മനസ്സിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. ഒന്നോ അതിലധികമോ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ മനസ്സ് എങ്ങനെ പറയുന്നു അതനുസരിച്ച് കാര്യങ്ങൾ എടുക്കാം. ഓക്കെ, നോക്കാം നമുക്ക്. ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു സന്ദേശമായിട്ട് വരുന്നത് ഒരു പവർഫുൾ റിമൈൻഡറാണ്, അതായത് ഒരു ഓർമ്മപ്പെടുത്തലാണെന്ന് തോന്നുന്നു. നിങ്ങൾ ലൈഫിൽ ഒരുപാട് ഡിസിഷൻസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്തുതന്നെ ആയാലും നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം കറക്റ്റ് തന്നെയാണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യാം. പുറത്തു നിന്നുള്ള ഒരുപാട് ഒപ്പീനിയൻസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായം ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണോ അവർ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എന്താണോ ശരി ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വരുന്നൊരു സന്ദേശം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുക, മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുക. ജസ്റ്റ് നിങ്ങൾ സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണോ, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി സമയം സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സന്ദേശം. ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നിങ്ങളത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പലപ്പോഴും കടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായമായിരിക്കാം നിങ്ങൾക്ക് ഫിയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആങ്സൈറ്റി, ഉത്കണ്ഠ പോലുള്ള കാര്യങ്ങൾ വരുന്നത്. നിങ്ങളുടെ മനസ്സ് ഈ ഒരു സമയത്ത് നിങ്ങളോട് എങ്ങനെ പറയുന്നു അതനുസരിച്ച് മാത്രം കാര്യങ്ങൾ എടുക്കുക. ഓക്കെ, പലപ്പോഴും പലരും ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള എനർജിയിലാണ് നിൽക്കുന്നതെന്ന് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയം പറയുന്ന കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഇൻറ്റ്യൂഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. ഒരു മൂടൽമഞ്ഞ് പോലെ, ഒരു പുക പോലെ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം പല കാര്യത്തിലും. ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. സമയമെടുത്ത് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വരുന്നൊരു എനർജി. ഓക്കെ, നിങ്ങൾക്ക് പുറത്തു നിന്നുള്ള അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിന്നുള്ള, സമൂഹത്തിൽ നിന്നുള്ളൊരു പ്രഷർ ഉണ്ടാവാം ഈ ഒരു സമയത്ത്. നിങ്ങളുടെ സ്നേഹിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള പ്രതീക്ഷകൾ ഉണ്ടാവാം ഈ ഒരു സമയത്ത്. പക്ഷേ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണോ ശരി, നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നു അതുമായിട്ട് മാത്രം കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകുക. കാരണം ഒരുപാട് പേരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നുണ്ടാവാം. ഓക്കെ, അപ്പം എന്തിലേക്കാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത് അതുമായിട്ട് മാത്രം അത്തരം കാര്യങ്ങളുടെ ഉപദേശങ്ങൾ സ്വയം ഉള്ളിൽ നിന്നുള്ള എടുക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കേണ്ടെന്നല്ല, പക്ഷേ ചില കാര്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നെങ്കിൽ നിങ്ങളുടെ ഹൃദയമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു സന്ദേശമാണ് വരുന്നത്. എക്സ്റ്റേണൽ പ്രഷർ ഇപ്പോൾ ഒഴിവാക്കുക. മറ്റുള്ളവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ എടുത്ത് വെച്ച് തരുന്നുണ്ടാവും. അതിനെല്ലാം ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുമെങ്കിൽ മാത്രമേ കൃത്യമായിട്ടൊരു ഉത്തരം ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, പലരോടും ഒരു കാമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ക്വൈറ്റ് ആൻഡ് കാം എനർജറ്റിക് സ്പേസാണ് നിങ്ങൾക്ക് വരുന്നൊരു കാർഡ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഇന്നർ വോയിസ് ലിസൺ ചെയ്യണമെങ്കിൽ, ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സ്പേസ് ആവശ്യമാണ്. ഓക്കെ, ഉള്ളിൻ്റെ ഉള്ളിലൊരു കാമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്വയം തീരുമാനമെടുക്കാൻ സാധിക്കുന്നതാണ്. പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ഓക്കെ, അവരവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. കേൾക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഓക്കെ, കാമായിട്ടിരിക്കുക, ഒരു സ്പേസ് ഉണ്ടാക്കാമെന്ന് പറയുമ്പം ചിലർക്കൊരു മെഡിറ്റേഷൻ ആയിരിക്കാം, ചിലർക്ക് നാമജപം, ചാൻഡിങ് ഒക്കെ ആയിരിക്കാം. ചിലർക്കെന്ന് പറയണത് നിങ്ങൾ വളരെ എവിടെയാണോ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് അത്തരത്തിലുള്ളൊരു സ്ഥലം, ചിലപ്പോൾ ക്ഷേത്രമായിരിക്കാം, അല്ലെങ്കിൽ നേച്ചറലായിരിക്കാം. എവിടെയാണോ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നത് ആ ഒരു അന്തരീക്ഷത്തിൽ പോയി കുറച്ച് നേരം ഒന്ന് മാറിയിരുന്ന് സമാധാനിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉത്തരം തീർച്ചയായിട്ടും
നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന സമാധാനം, ശാന്തി തീർച്ചയായിട്ടും നിങ്ങളെ തേടിയെത്തുന്നതാണ്. എവിടെയും അന്വേഷിച്ച് പോകേണ്ടതില്ല. കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കാം. ഓക്കെ. ഈ ഒരു ലോകം എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള ഒരു തിരക്ക് പിടിച്ച ലോകം തന്നെയാണല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടു പോകുന്നു, മറന്നു പോകുന്നു. അപ്പോൾ അതൊരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് വരുന്നത്. എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജറ്റിക്കലി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം, സാവകാശം കൊടുക്കുക. ഒരുപാട് തോട്ട്സ്, ഒരുപാട് ചിന്തകൾ, ഡ്രീംസ്, ഒരുപാട് കാര്യങ്ങളുണ്ടാവും നിങ്ങൾ ചുറ്റിനും ഇപ്പോൾ. പക്ഷേ എപ്പോഴും നമ്മൾ ചിന്തയിൽ മാത്രം കുടുങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടേക്കുള്ള പാത തടസ്സപ്പെട്ടു പോകും. ഓക്കെ. അപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് ഡിസ്കവറിയാണ് അടുത്ത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ഒറാക്കിൾ കാർഡായിട്ട് വരുന്നത്. സോ ഒരു സമയത്ത് സെൽഫ് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ മുമ്പോട്ടേക്കുള്ളൊരു ലൈഫ് ക്ലിയറായിട്ട് പോകാൻ വേണ്ടിയിട്ട് സെൽഫ് റിഫ്ലക്ഷൻ, സെൽഫ് ലവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ കോർ വാല്യൂസ് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുക. ഓക്കെ. ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് പതിയെ എടുത്തു തുടങ്ങുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ പാഷനായിട്ട് തോന്നുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ഗോളായിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് നിങ്ങൾക്കൊരു എംപവർമെൻറ്റ് ആണ് വരുന്ന മെസ്സേജ്. സമയമെടുത്ത് നിങ്ങളുടെ ഹാർട്ടുമായിട്ട് കണക്ട് ചെയ്യുക. എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷനിൽ നിന്ന് മാറി നിൽക്കുക. ജസ്റ്റ് ട്യൂൺ ചെയ്യാം എന്താണ് മെസ്സേജ് എന്നുള്ളത്. സ്വയം ട്യൂൺ ചെയ്യാം. സ്വയം നിങ്ങൾക്ക് തന്നെ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ഓക്കെ. ആ ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നാണ് വീണ്ടും നിങ്ങൾക്ക് വരുന്ന ഒരു എനർജി. ഓക്കെ. ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാവാം, ഓവർവെൽമിംഗ് ആയിട്ടുള്ള എനർജി ഉണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകും. നിങ്ങളുടെ ഇന്നർ വോയിസ് ശ്രദ്ധിക്കുന്നത് വഴി ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും രക്ഷപ്പെടാൻ സാധിക്കും. അതിനുള്ള കഴിവ് നിങ്ങളിൽ തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണ് പുറമെ അന്വേഷിക്കുന്നത് എന്നുള്ള ഒരു സന്ദേശം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഓക്കെ. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു മെസ്സേജ്, നിങ്ങൾക്ക് വരുന്ന എനർജി എന്ന് പറയുന്നത് ധൈര്യം, കറേജ്. ഓക്കെ. നിങ്ങളെവിടേക്കോ ഭയം നിങ്ങളെ കീഴടക്കുന്നു. പുതിയ ലോകത്തേക്ക് അല്ലെങ്കിൽ പുതിയൊരു വഴിയാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന് ലഭിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു പുതിയ ലോകത്തെ ഭയപ്പെടുന്ന ചില ആൾക്കാരെ കാണുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതി പുതിയൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ പുതിയൊരു തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഒരു അൺനോൺ ആയിട്ടുള്ള ചില കാര്യങ്ങളെ ഭയക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ. എന്തോ ഒരു കാര്യം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെയോ കാര്യത്തിൽ അറ്റാച്ച്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ജസ്റ്റ് അത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾ പേടിക്കുന്നു. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മാറ്റത്തെ ഭയപ്പെടുന്ന ഒരു എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്നതാണ്. ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് അവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം ധൈര്യമാണിപ്പോൾ വേണ്ടതല്ലേ. ജസ്റ്റ് ഈ ഒരു സമയം നിങ്ങൾ പലരും ശരീരം ശ്രദ്ധിക്കാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പലർക്കും ശാരീരിക അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ജസ്റ്റ് നിങ്ങളുടെ ബോഡിയായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ ബോഡി എന്ന് പറയുന്നത്, നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ആ എനർജി ഒന്ന് കംഫർട്ടായിട്ട് നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിന് വേണ്ട റെസ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ശരീരത്തിലെ എനർജി നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ഇപ്പം വരുന്നൊരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതൊരു കാര്യത്തോടും, ശരീരത്തോടായാലും അല്ലെങ്കിൽ ഏതൊരു കാര്യത്താലും നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാം. ചിലർ രോഗത്തെ ഭയപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ നിങ്ങളതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. തീർച്ചയായിട്ടും ഏതൊരു കാര്യത്തോടും നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡിൽ ജീവിക്കുന്ന സമയത്ത് അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവാൻ സ്വാഭാവികമാണ്. പക്ഷേ ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് നമുക്കെപ്പോഴും പെയിനാണ് തരുന്നത്, വേദനയാണ് തരുന്നത്. സോ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എനർജിയിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി എന്ന് പറയുന്നത് ഡൗട്ട് ഉണ്ടാവാം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ. അതായത് എല്ലാത്തിനെയും നമ്മൾ സ്നേഹിക്കണം, എല്ലാത്തിനെയും നമ്മൾ ഉൾക്കൊള്ളണം, എല്ലാത്തിനും കൊടുക്കേണ്ട കാര്യങ്ങൾ പ്രയോറിറ്റി എല്ലാം നമ്മൾ കൊടുക്കണം. പക്ഷേ നിങ്ങൾക്ക് കൊടുക്കേണ്ട പ്രയോറിറ്റി കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക തന്നെ വേണം. വളരെ തിരക്ക് പിടിച്ച് മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടി നിങ്ങൾ പരിഗണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ജേർണി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇന്നർ സ്ട്രെങ്ത്താണ് വേണ്ടത്, കറേജാണ് വേണ്ടത്. പലരും അറ്റാച്ച്മെൻറ്റിലേക്ക് കുടുങ്ങിപ്പോയൊരു സിറ്റുവേഷൻ ആയിരിക്കാം.
ഓക്കെ, അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് പലർക്കും ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥയായിരിക്കാം, പലർക്കും ജോബ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വേൾഡ്, ഭൗതിക ലോകത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ട് പോയിട്ടുണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങളുടെ ആധ്യാത്മിക എനർജിയിലേക്ക് കൂടി നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്നർ പവറിലേക്ക് കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ചില ആൾക്കാർ മാറ്റത്തെ ഭയപ്പെടുന്നു. അതായത് പലരും സ്പിരിച്വൽ ജേണിയിലാണ്, പക്ഷേ പലതിലും നിങ്ങൾ അറ്റാച്ച്ഡ് ആയി പോയിട്ടുണ്ടാവാം. ഈ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ എനർജി പൂർണ്ണമായിട്ട് നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചത് ചിലർക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ചില ആൾക്കാർ വന്നിട്ടുണ്ടാവാം. അതുവഴി നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗ്രോത്താണ് ലൈഫിലേക്ക് വേണ്ടതെന്നാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പല സിറ്റുവേഷൻസും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിലും ഒരു സ്പിരിച്വൽ അവേക്കണിങ് അല്ലെങ്കിൽ ഒരു പ്രപഞ്ചത്തിൻ്റെ അവേക്കണിങ് കോളിലാണ് നിങ്ങളിപ്പോൾ. പലരും ഒരു ഉറക്കം ശരിയാവാതെ രാത്രിയിലൊക്കെ ഞെട്ടി എഴുന്നേൽക്കുന്നൊരവസ്ഥ, പലതരത്തിലുള്ള ഡ്രീം സ്വപ്നങ്ങൾ, പലർക്കും അമ്പലം സംബന്ധിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ കാര്യങ്ങളൊക്കെ ലൈഫിലിപ്പോൾ വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ അതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഒരു അവേക്കണിങ് കോളായിട്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഒരു ലോകത്ത് നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ കയ്യിലില്ലാത്തൊരു കാര്യമാണ്, പഠിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഫിയർ ഉണ്ടാവാം, ഓവർവെൽമിംഗ് ആയിട്ടുള്ള എനർജി ഉണ്ടാവാം, തീർച്ചയായിട്ടും ഉണ്ടാവാം. പക്ഷേ സ്വാഭാവികമായിട്ടും നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുക. മെഡിറ്റേഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു സമയത്ത്. ഓക്കെ, ദേവി മഹാത്മ്യം, ലളിതാ സഹസ്രനാമമൊക്കെ നിങ്ങളെ എനർജറ്റിക് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു ബിസി വേൾഡിൽ നിന്നും ഒന്ന് ഓക്കെ ആക്കിയിട്ട് എടുക്കാനും സഹായിക്കുന്നതാണ്. പല തടസ്സങ്ങൾ നിങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചാൻറ്റിങ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അമ്മയുടെ പവർ, അമ്മയുടെ ശക്തി നിങ്ങളെ സഹായിക്കും. ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു. തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ജേണിയാണ് നിങ്ങൾക്ക് മുമ്പിൽ. ഒരു സ്പിരിച്വൽ ഗ്രോത്ത്, സ്പിരിച്വൽ അവേക്കണിങ്, ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു ദ ബിഗിനിങ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് വരുന്ന സന്ദേശം. ഞാൻ ക്ലിയർ ആക്കി തരാം. ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഇതൊന്നും എവിടെയും പൂർണ്ണതയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. മേ ബി നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് ആയിരിക്കാം, സ്പിരിച്വൽ ജേണി ആയിരിക്കാം. എല്ലാം പാതി വഴിയിൽ വെച്ചിട്ട് പല പല ശാഖകളായിട്ട് പിരിയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. എവിടെ കണക്ട് ചെയ്യണം, എവിടെ സെർച്ച് ചെയ്യണം എന്നുള്ളൊരു ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവില്ല. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ന്യൂ ജേണി, ന്യൂ ബിഗിനിങ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ന്യൂ മൂണിന് ശേഷം, അമാവാസിക്ക് ശേഷം നിങ്ങൾ പുതിയൊരു ഗ്രോത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു എനർജിയിലേക്കാണ് വന്ന് കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ ഡിസ്കറേജ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ പല കാര്യങ്ങളും നടക്കാത്തൊരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. തടസ്സങ്ങൾ അതിനിടയ്ക്ക് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ടാവാം. വഴി നഷ്ടപ്പെട്ട് നിൽക്കുന്നതായിട്ട് ഇനി എങ്ങോട്ട് തിരിയണം എന്നറിയാത്തൊരു സിറ്റുവേഷനിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഇത് ഒരു പുതിയ എനർജിയുടെ കുഴപ്പമെന്നല്ല അതിനെ പറയാം. ഇവിടെ നിന്ന് ശരിക്കും കൃത്യമായിട്ട് വഴി അന്വേഷിക്കേണ്ട ഒരു സമയമാണ്. ഇതാണ് നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് കൃത്യമായിട്ട് ഒരു ഫുൾഫിൽമെൻറ്റ് അന്വേഷിക്കുന്ന ഒരു സമയമാണ്. ഇവിടെ നിങ്ങൾക്ക് ആവശ്യം ഒരു ന്യൂ സ്പിരിച്വൽ ജേർണിയുടെ എക്സൈറ്റ്മെൻറ്റ്, ലവ്, ട്രസ്റ്റ് ആണ്. ഓക്കെ, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക പല കാര്യങ്ങളും. പാസ്റ്റ് മിസ്റ്റേക്കിനെ ലെറ്റ് ഗോ ചെയ്യുക. പാസ്റ്റിൽ നിങ്ങൾ ആരുമായിട്ട് കണക്ട് ചെയ്തു, എന്ത് സംഭവിച്ചു നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾ ആരായിരുന്നു, ഒന്നും ഇവിടെ വിഷയമല്ല. ജസ്റ്റ് അതിനെ ലെറ്റ് ഗോ ചെയ്യാം. അതിൻ്റേതായിട്ടുള്ള റിഗ്രറ്റ്സ്, കാര്യങ്ങൾ, ഷെയിം ഒക്കെ ഉണ്ടാവാം. ഇറ്റ്സ് ഓക്കെ, നോ ഇഷ്യൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ് കടന്നു വരുന്നത്. അവിടെയാണ് നിങ്ങൾക്കൊരു സോൾ അവേക്കണിങ് സംഭവിക്കുന്നത്. പുതിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക്, പുതിയ പോസിബിലിറ്റീസിലേക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു വഴി അറിയാത്തൊരവസ്ഥ വരുന്നത്. തീർച്ചയായിട്ടും വഴി തെളിയുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ലൈഫിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് അവെയർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഒരു സ്ഥലം അങ്ങ് വിട്ടു കൊടുത്തേക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതൊക്കെ റിലീസ് ചെയ്ത് കളയുന്ന സമയത്ത് അവിടെ പുതിയൊരു സ്പേസ് വന്നു ചേരും. ഈ പുതിയ സ്പേസിലേക്കാണ് പുതിയ എനർജി വന്ന് നിറയേണ്ടത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അത് മാത്രം ചെയ്യുക. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു പവർഫുൾ റിമൈൻഡറാണ് നിങ്ങൾക്ക് വരുന്നത്. ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷനിലേക്കുള്ള ഒരു ഉൾവിളിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കാത്തത്. ഓക്കെ, സ്വാഭാവികമാണ്. ഇനിയും നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റിയാണ് നിങ്ങളുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക.
പ്രസൻറ്റിലേക്ക് അവെയർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ വന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുത്തേക്കുക. കംപ്ലീറ്റ് സറണ്ടർ എന്ന് പറയുന്നത് അതാണ് ശിവ തത്വം. അതായത് ഓക്കെ, പൂർണ്ണമായിട്ട് നമ്മളങ്ങ് സറണ്ടർ ചെയ്യുക. വരുന്നത് വരട്ടെ, പോകുന്നത് പോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലിരിക്കുക. അപ്പോൾ ചിന്തിക്കും, അപ്പോൾ എൻ്റെ ലൈഫ് എങ്ങനെ പോകുന്നുള്ളത് ചിന്തിക്കും. ഇറ്റ്സ് ഓക്കെ, സ്വാഭാവികമാണ്. നമുക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങ് സറണ്ടർ ചെയ്യുന്നതല്ലേ. ഭൗതിക ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ, സ്പിരിച്വൽ ജേർണി നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങ് സറണ്ടർ ചെയ്ത് കൊടുത്തേക്കുക. ഡിവൈൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അതുപോലെ അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കുക. അതിനിടയ്ക്ക് തീർച്ചയായിട്ടും നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം തന്നെ ചില ആൾക്കാരെ അയക്കും. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ തന്നെ നിങ്ങളോട് പറയും എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത്. അതിനുള്ളൊരു സമയമാണ്. സോ ട്രസ്റ്റ് ചെയ്യുക, റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് കാര്യങ്ങൾ വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിക്കുക. ഓക്കെ, ഈ ഒരു സമയം നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും കുറച്ചുകൂടി പൈസ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്രീ ടൈം, മോർ റിലാക്സേഷൻ, ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ ലൈഫിൽ വേണം. ബെറ്റർ ജോബ്, നന്നായിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷമെല്ലാം നമുക്ക് വേണം. പക്ഷേ പ്രപഞ്ചം അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനെന്ന നിലയിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ ഉള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നേക്കാം. അത് നമുക്ക് പ്രഷർ തന്നേക്കാം. ഓക്കെ, അപ്പോൾ സ്ഥാനം, വാല്യൂ എല്ലാം നമുക്ക് വേണം. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ കൂടെ വേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി തീർച്ചയായിട്ടും ഷിഫ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലൈഫിൽ നേടിയെടുത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും തനിയെ വന്നോളും. പക്ഷേ നിങ്ങൾ അതിനകത്ത് അറ്റാച്ച്ഡ് ആയിട്ട് പോവാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ലഭിക്കുന്നത്. ഓക്കെ, എല്ലാ സന്തോഷങ്ങളും, എല്ലാവരും സന്തോഷമാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ എല്ലാ സന്തോഷങ്ങളും പുറമേ നിന്ന് മാത്രമല്ല ലഭിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സന്തോഷത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. മെഡിറ്റേഷൻ, ധ്യാനം തീർച്ചയായിട്ടും നിങ്ങളെ കൂടുതൽ അവയർനെസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് എക്സ്റ്റേണൽ വാല്യൂ അല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള വാല്യൂ തിരിച്ചറിയാനാണ് പറയുന്നത്. സംതിങ് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, എന്തൊക്കെയോ വേണമെന്നുള്ളൊരു തോന്നലുണ്ടാവാം, ഫുൾഫിൽമെൻറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാം. സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നത് പുറമേ നിന്നുള്ള സന്തോഷമല്ല, ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ഹാപ്പിനെസ് ആണ്. ശരിയായ ഒരു സ്പിരിച്വൽ ജേണിയാണ്, ഒരു സ്പിരിച്വൽ സീക്രട്ടായിട്ടാണ് നിങ്ങളുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ എല്ലാ കാര്യങ്ങളും വേണം, പക്ഷേ ഉള്ളിലുള്ള ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.